Hi all, welcome to my another video of Microprocessors and Embedded System. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് IO ആൻഡ് മെമ്മറി ഇൻ്റർഫേസിംഗ് എന്നുള്ള പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ടുവരുത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻ്റർഫേസിംഗ് ഇസ് ദ പാത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു കമ്പോണൻസ്. അപ്പോൾ രണ്ട് പാർട്സ്, അതായത് രണ്ട് കമ്പോണൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ഇൻ്റർഫേസിംഗ്. ഇപ്പോൾ പ്രിൻ്റർ നമ്മൾ സിസ്റ്റത്തിനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, സിസ്റ്റം കൊടുക്കുന്ന സിഗ്നൽസ് അനുസരിച്ചാണ് പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളാണ് ഇൻ്റർഫേസിംഗ്. There are two types of interfacing in the context of 8051 processor. First one is the memory interfacing and next one is IO interfacing. അപ്പോൾ ഒരു ടൈപ്പ് ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറീനെ ഇൻ്റർഫേസ് ചെയ്യലാണ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് IO interfacing. ഓക്കെ, മെമ്മറി ഇൻ്റർഫേസിംഗ്. When we are executing an instruction, we need microprocessor to assess the memory for reading instruction code and data storage in memory. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെമ്മറിയിലത്തെ ഡാറ്റേനെ, അതായത് കോഡുകളും അതേപോലെ ഡാറ്റേനൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് മെമ്മറിയിൽ, അതിനൊക്കെ റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ ദിസ് ബോത്ത് ദ മെമ്മറി ആൻഡ് ദ പ്രൊസസ്സർ റിക്വയർ സം സിഗ്നൽസ് ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിഗ്നൽസും കാര്യങ്ങളും ഇതിന് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻ്റർഫേസിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് സം കീ ഫാക്ടേഴ്സ് ടു മാച്ച് വിത്ത് ദ മെമ്മറി റിക്വയർമെൻറ്റ് ആൻഡ് ദ മൈക്രോപ്രൊസസ്സർ സിഗ്നൽസ്. അപ്പോൾ ഈ ഇൻ്റർഫേസിംഗ് മെയിൻലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാച്ചിങ് വരണം. ഏത് നമ്മുടെ മെമ്മറി റിക്വയർമെൻറ്റ്സ് അതേപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ സിഗ്നൽസ് തമ്മിൽ. എന്നാൽ മാത്രമാണ് ഇൻ്റർഫേസിംഗ് കറക്റ്റായി നടക്കുള്ളൂ. ദ ഇൻ്റർഫേസിംഗ് സർക്യൂട്ടറീസ് ദെയർഫോർ ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മാച്ചസ് ദ മെമ്മറി സിഗ്നൽ റിക്വയർമെൻറ്റ് വിത്ത് ദ സിഗ്നൽസ് ഓഫ് ദ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി സിഗ്നൽസും അതേപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ സിഗ്നൽസും തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇൻ്റർഫേസിംഗ് സർക്യൂട്ട്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മെമ്മറി ഇൻ്റർഫേസിംഗ് എക്സാമ്പിൾസിൽ നമ്മൾ പറയുന്നത് ഇതാണ്. ഫോർ ആൻ എക്സാമ്പിൾ, ക്യാരിയിങ് ഔട്ട് എ റീഡ് പ്രോസസ്സ്. അപ്പോൾ റീഡ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക. ദ മൈക്രോ പ്രോസസ്സർ ഷുഡ് ഇനീഷ്യേറ്റ് എ റീഡ് സിഗ്നൽ വിച്ച് ദ മെമ്മറി റിക്വയർസ് ടു റീഡ് എ ഡാറ്റ. അപ്പോൾ മൈക്രോ പ്രോസസ്സറാണ് ഒരു റീഡ് സിഗ്നൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ആ ഡാറ്റനെ റീഡ് ചെയ്യും. ഓക്കെ, ഇൻ സിമ്പിൾ വേർഡ്സ്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മെമ്മറി ഇൻ്റർഫേസ് സർക്യൂട്ട് ഈസ് ടു എയ്ഡ് ദ മൈക്രോ പ്രോസസ്സർ in reading and writing a data to the given register of the memory chip. അപ്പോൾ മെയിൻലി ഈ ഇൻ്റർഫേസിംഗ് സർക്യൂട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്. അത് ഹെൽപ്പ് ചെയ്യുക മൈക്രോ പ്രോസസ്സറിനെ. എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ റീഡ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനായിരിക്കും ഒരു പെർട്ടിക്കുലർ ഡാറ്റേനെ ഒരു പെർട്ടിക്കുലർ മെമ്മറി രജിസ്റ്ററിലേക്ക്. ഓക്കെ, മെമ്മറി സ്ട്രക്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ഈസ് എ ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ടു സ്റ്റോർ ബൈനറി ഇൻഫർമേഷൻ. അപ്പോൾ റീഡും റൈറ്റും മെമ്മറീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് മെയിൻലി ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് രജിസ്റ്ററിലായിരിക്കും നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് ഫിഗേഴ്സ് നിങ്ങൾക്കിവിടെ കാണാം, എ ഫിഗറും ബി ഫിഗറും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഇൻപുട്ട് ബഫർ ഉണ്ട്, ഇൻപുട്ട് ഡാറ്റ ഉണ്ട് ആദ്യം, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇൻപുട്ട് ബഫർ. അപ്പോൾ ഔട്ട്പുട്ട് ഡാറ്റ ഔട്ട്പുട്ട് ബഫർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റീഡ് റൈറ്റ് മെമ്മറി എന്നാണ്. റീഡ് ഓർ റൈറ്റ് മെമ്മറി 2048x8. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഡും കാണാം റൈറ്റും കാണാം. രണ്ടിലും CS ചിപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ചിപ്പ് സെലക്റ്റിൻ്റെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ദർ ഇസ് ആൻ ഇൻറ്റേർണൽ ഡീകോഡർ ടു ഡീകോഡ് ദ അഡ്രസ്സസ്. ഓക്കെ, ദെൻ ഇവിടെ A0 മുതൽ A10 വരെയുള്ള പിൻസാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ബി സൈഡ് പോവുകയാണെങ്കിൽ ദിസ് ഇസ് ആൻ ഇപ്രോം, അതായത് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റോമാണിത്. ഇതിന് കുറച്ചുകൂടി മെമ്മറി കൂടുതലുണ്ട്, 4000 സംതിങ് ആണുള്ളത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ബഫർ ഉണ്ട്. ഇൻപുട്ട് ബഫറും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഡാറ്റ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഇൻപുട്ട് ബഫർ ഇതിനകത്ത് ഇല്ലാത്തത്. സോ ഔട്ട്പുട്ട് ബഫറും അതിൻ്റെ കറസ്പോണ്ടിങ് CS-ഉം RD പിന്നും മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സിൻ്റെ ബസ് കൺസിഡറേഷൻ ചെയ്യുമ്പോൾ A0 മുതൽ A11 വരെ വരുന്നുണ്ടാവും. നേരത്തെ A10 വരെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഫിഗർ A ഷോസ് എ ടിപ്പിക്കൽ റീഡ് ഓർ റൈറ്റ് മെമ്മറി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇറ്റ് ഹാസ് 2048 രജിസ്റ്റേഴ്സ് ആൻഡ് ഈച്ച് രജിസ്റ്റേഴ്സ് ക്യാൻ സ്റ്റോർ 8 ബിറ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിനും 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റഡ് ബൈ 8 ഇൻപുട്ട് ആൻഡ് 8 ഔട്ട്പുട്ട് ഡാറ്റ ലൈൻസ്. ദ ചിപ്പ് ഹാസ് 11 അഡ്രസ് ലൈൻസ്. അപ്പോൾ ആ ചിപ്പ് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും A0 മുതൽ A10 വരെയാണ് ഉണ്ടാവുക. 1 ചിപ്പ് സെലക്ട്, അതായത് പിന്നെ ഒരു ചിപ്പ് സെലക്ട് ഉണ്ടാവും. അതേപോലെ തന്നെ 2 കൺട്രോൾ ലൈൻസ്, അതായത് റീഡ് ഉണ്ടാവും ടു എനേബിൾ ദ ഔട്ട്പുട്ട് ബഫർ. അതേപോലെ തന്നെ എന്തുണ്ട്, റൈറ്റും ഉണ്ട് ടു എനേബിൾ ദ ഇൻപുട്ട് ബഫർ. അത് ഇൻപുട്ട് ബഫറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റും റീഡും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കൺട്രോൾ സിഗ്നൽസ് ആണ്, റൈറ്റും റീഡും. പിന്നെ ഒരു ചിപ്പ് സെലക്ട് പിൻസ് ഉണ്ട്, അത് നമ്മൾ രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് 11 അഡ്രസ് ലൈൻസ് ആണ്. ഇതാണ് ഫിഗർ A ഉണ്ടാവുക. ഓക്കെ,
Figure also shows that the decoder, there is an internal decoder to decode the address line. അപ്പോൾ അഡ്രസ് ലൈൻ്റെ അവിടെ നോക്കാൻ നിങ്ങൾക്ക് കാണാം ഒരു ഇൻറ്റേർണൽ ഡീകോഡറും കൂടി അഡീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഡീകോഡിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിയിലത്തെ ഫിഗറിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യണം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഷോസ് ദ ലോജിക്കൽ ഡയഗ്രാം ഓഫ് എ ടിപ്പിക്കൽ ഇപ്രോ. ഇപ്രോ മീൻസ് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വിത്ത് 4096, അതായത് 4K രജിസ്റ്റേഴ്സ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഇറ്റ് ഹാസ് 12 അഡ്രസ് ലൈൻ, A0 മുതൽ A11 വരെ ഉണ്ടാവും. 1 ചിപ്പ് സെലക്ട് ആൻഡ് 1 റീഡ് കൺട്രോൾ സിഗ്നൽ. അപ്പോൾ ഇവിടെ ആ കൂടി ഒരു റീഡ് കൺട്രോൾ സിഗ്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ് ഉണ്ടാവില്ല ഇവിടെ. ഓക്കെ, ദിസ് ചിപ്പ് മസ്റ്റ് ബി പ്രോഗ്രാംഡ് ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇത് ഇൻപുട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പ്രോഗ്രാം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഓൾസോ ഷോസ് എ കോഡ്സ് വിൻഡോ ഓൺ ദ ചിപ്പ് so that it is used to expose the chip to ultraviolet rays for erasing the program. അപ്പോൾ അത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ചിപ്പ്, അതായത് ആ ഒരു ഭാഗം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാവയലറ്റിനോട് അതിനുള്ള എന്ത് പ്രോഗ്രാമാണ് ചെയ്തേക്കുന്നത് അതൊക്കെ മാഞ്ഞു പോകും. ഓക്കെ, വൺസ് ദ ചിപ്പ് ഈസ് പ്രോഗ്രാം ദ വിൻഡോ ഈസ് കവേർഡ് വിത്ത് ഒപെക് ടേപ്പ് ടു അവോയ്ഡ് ആക്സിഡൻ്റൽ എറേസിങ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് മൂടി വയ്ക്കുക. അപ്പോൾ ടേപ്പോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വന്നിട്ട് അടച്ചു വെക്കണം. ഓക്കെ, for interfacing read or write memory with the figure A and figure B. B ഇതാണ് ഈ പ്രോമാണ്, മറ്റേ സാധാ റോമാണ്. ഓക്കെ, the process is similar. The only difference is that the EEPROM does not require the WR signal. അപ്പോൾ ആകെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇത് രണ്ടും തമ്മിൽ മെയിൻലി ഉണ്ടാവുള്ളൂ, അതായത് ഫിഗർ എയും ഫിഗർ ബി തമ്മിൽ. എന്ന് വെച്ചാൽ ഒരെണ്ണം EEPROM ഒന്ന് സാധാ ടൈപ്പാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ നമുക്ക് റീഡ് സിഗ്നലിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ് സിഗ്നൽ ഉണ്ടാവില്ല ഇപ്രോമിൻ്റെ കേസിൽ. ഓക്കെ, കാരണം ഇപ്രോം ഓൾറെഡി റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബേൺ ചെയ്തിട്ടാവും അതിനുണ്ടാവും. അതായത് ഇൻപുട്ട് സിഗ്നൽ അവിടെ ഇല്ലാത്തത്, അതായത് റൈറ്റ് സിഗ്നൽ നമുക്കവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ മെമ്മറി ഇൻ്റർഫേസിംഗ്. The primary function of a memory interface circuit is to aid the microprocessor in reading and writing a data to given a register of a memory chip. അപ്പോൾ മെയിൻലി മെമ്മറി ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ മൈക്രോപ്രൊസസ്സറിന് ഹെൽപ്പ് ചെയ്യുക, റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒരു പെർട്ടിക്കുലർ ഡാറ്റേനെ. അത് ചിലപ്പോൾ മെമ്മറിയിലേക്ക് ആകുമ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് മെമ്മറിയിലുള്ള ഡാറ്റേനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഇൻ്റർഫേസിങ് ചെയ്യേണ്ടത്. The microprocessor should be able to select the chip. അതേപോലെ തന്നെ microprocessor should be able to identify the register, enable the appropriate buffer. അപ്പോൾ അപ്രോപ്രിയേറ്റ് ബഫറൊക്കെ നമ്മൾ എനേബിൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഷുഡ് ബി ഏബിൾ ടു സെലക്ട് ദ ചിപ്പ്, ഏത് ചിപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ കാര്യങ്ങളും, അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ കറസ്പോണ്ടിങ് രജിസ്റ്റർ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊസസ്സറിനാണ് വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ മെമ്മറി ഇൻ്റർഫേസിംഗ് വിത്ത് മൈക്രോപ്രൊസസ്സേഴ്സ്. സോ we need to first of all connect the required address lines of the address bus to the address lines of the memory chip. അപ്പോൾ നമ്മുടെ മെമ്മറി ചിപ്പിൻ്റെ ഉള്ളിൽ അഡ്രസ് ലൈൻസ് ഉണ്ടാവും, അതേപോലെ നമ്മുടെ മൈക്രോ പ്രൊസസ്സറിനുള്ളിലും അഡ്രസ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ആ കറസ്പോണ്ടിംഗ്ലി അഡ്രസ് ലൈൻസ് കറക്റ്റഡ് അതിനെ കണക്ട് ചെയ്യുക. ദെൻ ഡീകോഡ് ദ റിമൈനിങ് അഡ്രസ് ലൈൻസ് ഓഫ് ദ അഡ്രസ് ബസ് ടു ജനറേറ്റ് ദ ചിപ്പ് സെലക്ട് സിഗ്നൽ. പിന്നെ ബാക്കി വരുന്ന കുറച്ച് അഡ്രസ് ലൈൻസ് ഉണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 16 അഡ്രസ് ബിറ്റ്സാണ് നമുക്ക് ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 10 11 എണ്ണൊക്കെയാണ് നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ബാക്കി കുറച്ച് ഗ്യാപ്പുകൾ വരും. ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പ് വരുന്ന, അതായത് ആ റിമൈനിങ് അഡ്രസ് ലൈൻസ് ആർ കണക്റ്റഡ് ടു ജനറേറ്റ് ദ ചിപ്പ് സെലക്ട് സിഗ്നൽ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിപ്പ് സെലക്ട് സിഗ്നൽ ഡെവലപ്പ് ചെയ്യേണ്ടാവുക. ഓക്കെ, ദെൻ ജനറേറ്റ് ദ കൺട്രോൾ സിഗ്നൽസ് MEMR. MEMR എന്ന് പറഞ്ഞാൽ മെമ്മറി റീഡ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മെമ്മറി റൈറ്റിനാണ് നമ്മൾ MEMW എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽസും അതേപോലെ IO/MBAR സിഗ്നലുണ്ട് നമുക്ക്. അതിനാണ് വേണ്ടി കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ IO/MBAR പ്ലസ് RD വിൽ ഗീവ്സ് MEMR. ദെൻ റൈറ്റ് പ്ലസ് IO/MBAR അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, MENW കിട്ടുന്നുണ്ടാവും. ആൻഡ് യൂസ് ദം ടു എനേബിൾ അപ്രോപ്രിയേറ്റ് ബഫർ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്രോപ്രിയേറ്റ് ബഫേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, റീഡ് ആൻഡ് റൈറ്റ് ഇൻ ടു എ രജിസ്റ്റർ പ്രൊസസ്സർ പെർഫോം ദ സിമിലർ സ്റ്റെപ്സ്. അപ്പോൾ ഏകദേശം സിമിലർ സ്റ്റെപ്സാണ് ചെയ്യേണ്ടത്. അതായത് ഒരു ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ റീഡ് ചെയ്യേണ്ട, ആ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൊസസ്സറിൽ നടക്കുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് അഡ്രസ് ഡീകോഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ദ പ്രോസസ് ഓഫ് അഡ്രസ് ഡീകോഡിങ് ഷുഡ് റിസൾട്ട് ഇൻ ഐഡൻറ്റിഫൈയിങ് എ രജിസ്റ്റർ ഫോർ എ ഗിവൺ അഡ്രസ്. അപ്പോൾ ഈ അഡ്രസ് ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടി, അതിനെ ഡീകോഡ് ചെയ്ത് കറക്റ്റ് ഒരു സ്ഥലത്ത് എത്തിക്കുക. അത് ഏതാണോ അഡ്രസ്സ്, ഏതാണോ ലൊക്കേഷൻ, അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ അഡ്രസ് ഡീകോഡിംഗ് എന്ന് പറയാം. വി ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് എ യുണീക്ക് പൾസ് ഫോർ എ ഗിവൺ അഡ്രസ്. അപ്പോൾ ഒരു യുണീക്കായിട്ടൊരു സ്ഥലം നമുക്ക് കിട്ടും നമ്മൾ അഡ്രസ്സ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ഫിഗർ ബി
12 അഡ്രസ് ലൈൻസ് ആർ ദർ. അപ്പോൾ A0 മുതൽ A11 വരെയുള്ള 12 അഡ്രസ് ലൈൻസ് ഉണ്ട്. നമ്മുടെ ഇപ്രോമാണ്, എപ്രോമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വി ആർ കണക്റ്റിംഗ് ദാറ്റ് സെക്ഷൻ ടു ദ മെമ്മറി ചിപ്പ്. അപ്പോൾ മെമ്മറി ചിപ്പിലേക്ക് നേരിട്ട് നമ്മൾ മൈക്രോ പ്രോസസ്സർ വരുന്ന ലൈൻസ് കണക്ട് ചെയ്യുന്നു. ദ റിമൈനിങ് 4 ലൈൻസ് വിൽ ബി ദർ, A12, A13, A14, A15. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഡീകോഡറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദ റിമൈനിങ് 4 അഡ്രസ് ലൈൻസ് A12 to A15 ഓഫ് ദ 8085 മൈക്രോ പ്രൊസസ്സർ മസ്റ്റ് ബി ഡീകോഡഡ്. അപ്പോൾ അത് നമ്മൾ ഡീകോഡിങ് പർപ്പസിനായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അഡ്രസ് ഡീകോഡിങ് ചെയ്യേണ്ടത് മെയിൻലി. അപ്പോൾ ഒന്ന് NAND ഗേറ്റ് ഉപയോഗിച്ച മെത്തേഡും ഒന്ന് ബൈ യൂസിങ് 3 to 8 ഡീകോഡർ വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ NAND ഗേറ്റ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് NAND ഗേറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. A12, A13, A14, A15 ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് 3 to 8 ഡീകോഡർ യൂസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ വരും. E1, E2, E3 അത് എനേബിളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദെൻ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 7th പിന്നിൽ നിന്നാണ് എടുത്തേക്കണേ, ഔട്ട്പുട്ട് 7 എന്നാണ് എടുത്തേക്കണേ. ദെൻ ഇത് MSB നമ്മൾ കൊടുത്തേക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡ് സെലക്ട് സ്വിച്ച് എന്നാണ് അർത്ഥം. അതായത് നമുക്ക് പല മോഡ്സ് സെലക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 8 മോഡുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അതായത് 000, 001, 001 അങ്ങനെ ഓർഡറിൽ 0 മുതൽ 7 വരെ. സോ അപ്പോൾ ടോട്ടൽ 8 മോഡുകൾ നമുക്ക് ഇതിൽ നിന്ന് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു A15 ബാക്കി വരും. ആ A15 നമ്മൾ E3ലേക്കാണ് അവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് NAND ഗേറ്റ് ആയാലും 3 to 8 ഡീകോഡർ ആയാലും നമ്മൾ കണക്ഷൻ ചെയ്യേണ്ടത് അഡ്രസ് ഡീകോഡിങ്ങിന്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഓഫ് ദ NAND ഗേറ്റ് വിൽ ആക്റ്റീവ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. NAND ഗേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ NAND ഗേറ്റ് എപ്പോഴാണ് ആക്റ്റീവ് ആവുക നമുക്കറിയാം. ഓൾ ദ അഡ്രസ് ലൈൻസ്, അതായത് A15 മുതൽ A12 വരെ ആർ അറ്റ് ലോജിക്കൽ 1. എല്ലാം ലോജിക്കൽ 1 ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, NAND ഗേറ്റ് ആക്റ്റീവ് ആവുള്ളൂ. We can obtain the same result by using the output 7 of the 3 to 8 decoder which is capable of decoding 8 different input address. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഡിഫറെൻറ്റ് ഇൻപുട്ട് അഡ്രസ്സുകളെ ഇതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഡീകോഡർ സർക്യൂട്ട് 3 ഇൻപുട്ട് ലൈൻസ് ക്യാൻ ഹാവ് 8 ഡിഫറെൻറ്റ് ലോജിക്കൽ കോമ്പിനേഷൻസ് ഫ്രം 0 to 7. അതായത് ബൈനറി 0 മുതൽ ബൈനറി 7 വരെയുള്ള കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ 8 ഡിഫറെൻറ്റ് ലോജിക്കൽ കോമ്പിനേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ. ഈച്ച് ഇൻപുട്ട് കോമ്പിനേഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലൈൻസ് ഇഫ് എനേബിൾഡ് ലൈൻസ് ആർ ആക്റ്റീവ്. അപ്പോൾ എനേബിൾഡ് ലൈൻസ് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് നമുക്ക് ഇതൊക്കെ കറസ്പോണ്ടിങ്ങിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. E1 and E2 ആർ എനേബിൾഡ് ബൈ ഗ്രൗണ്ടിങ് ആൻഡ് A15 അറ്റ് ലോജിക് 1 ടു എനേബിൾ E3. അപ്പോൾ നമ്മളിവിടെ ഫിഗർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള നമ്മൾ ആക്ടിവേഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് E1, E2 നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ E3 ഇസ് കണക്റ്റഡ് ടു A15. ബാക്കി A12, A13, A14 ഒക്കെ നമ്മൾ ഈ മോഡ് സെലക്ടേഴ്സിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് എടുക്കുന്നത് ഔട്ട്പുട്ട് 7 എന്ന് പറയുന്ന ബിറ്റ് അടുത്താണ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഇൻ്റർഫേസിങ് ഫിഗറാണ്. അത് എങ്ങനെയാണ് 3 to 8 ഡീകോഡർ നമ്മുടെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രോമിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഫിഗർ നമ്പർ ആദ്യം നമ്മൾ ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രോമിൻ്റെ. അത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു സൈഡിൽ A0 മുതൽ A11 വരെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് ഔട്ട്പുട്ടായിട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് 0 to ഔട്ട്പുട്ട് 7 എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ഡാറ്റാ ബസ് എന്നാണ് പറയേണ്ടത്, കാരണം 8 ബിറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് കണക്റ്റഡ് ടു ദ ഡാറ്റാ ബസ്. പിന്നെ ഇത് അഡ്രസ്സിലേക്ക് കണക്ട് ചെയ്യും നമ്മൾ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ചിപ്പ് എനേബിൾ എന്ന് പറഞ്ഞൊരു പിൻ നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ ഫിഗർ. ഓക്കെ, ദിസ് വൺ. അപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡാറ്റ. ഇവിടെ ഒരു ഡാറ്റാ ബസ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു 8 പോയിൻറ്റ്സ് ഉണ്ടാവും. ദെൻ ഇവിടെ A0 മുതൽ A11 വരെ, അതായത് 12 ലൈൻസ് ഇവിടെ വരുന്നുണ്ടാവും. പിന്നെ നിങ്ങളിവിടെ കണ്ടോ CS ആൻഡ് റീഡ് പിൻ ഉണ്ട്. ഈ CS പിന്നും അതേപോലെ തന്നെ റീഡ് പിന്നാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CS പിൻ, അതായത് ചിപ്പ് എനേബിൾ എന്ന് പറയാറുണ്ട് തന്നെ. ഓക്കെ, അല്ലെങ്കിൽ ചിപ്പ് സെലക്ടർ സ്വിച്ച് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിനാണ് ഈ റീഡ് പിൻ എന്ന് പറഞ്ഞേക്കണേ. ദെൻ ഇതാണ് നമ്മുടെ റീഡിൻ്റെ സംഭവം, അതായത് MEMR. അപ്പോൾ MEMR ഡെവലപ്പ് ചെയ്യണം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡും അതേപോലെ IO ബാർ MR കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ MEMR എന്ന് പറഞ്ഞ പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ സിഗ്നലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. നേരത്തെ കൊടുത്ത ഫിഗറിൽ ഇത് രണ്ടും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ടോപ്പിലേക്ക് വെച്ചു എന്നുള്ളത്. ഓക്കെ, ദെൻ 3 to 8 ഡീകോഡർ നമ്മൾ കണക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ഇപ്പോൾ E1ലേക്കാണ് ഇവിടെ A15 കണക്ട് ചെയ്തേക്കുന്നത്. ബാക്കി 12, 13, 14 ഇവിടെ മോഡ് സെലക്ടേഴ്സിൽ കണക്ട് ചെയ്തു. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തേക്കുന്നത് 0 എന്നാണ് എടുത്തേക്കുന്നത്. ആ 0th ലൈൻ ഈസ് കണക്റ്റഡ് ടു ദ ചിപ്പ് സെലക്ടർ സ്വിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കണക്ഷൻസും പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർഫേസിങ് സർക്യൂട്ട് ഓഫ് 3 to 8 ഡീകോഡറാണ് ഈ ഒരു ഫിഗറിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ,
So then explanation ആണ് we have assumed that the chip has already programmed and we will analyze the interfacing circuit as 3 steps. ഇത് ഓൾറെഡി ഇപ്രോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ മെമ്മറി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം ഉണ്ടാവും, അതാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കണം. അത് തന്നെ ഇറ്റ് വിൽ ബി പ്രോഗ്രാംഡ്. അപ്പോൾ 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 8085 അഡ്രസ് ലൈൻസ് ആണ് കണക്ട് ചെയ്യുക. അതായത് A0 to A11 ഉള്ള ലൈൻസ് നമുക്ക് മെമ്മറിയിലുണ്ട്. ദേ ആർ കണക്റ്റഡ് ടു ദ പിൻസ് ഓഫ് A11 to A0 ഓഫ് ദ മെമ്മറി ചിപ്പ് ടു അഡ്രസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ 8085 A0 മുതൽ A11 വരെയും അതേപോലെ നമ്മുടെ മെമ്മറി ചിപ്പിലത്തെ A0 to A11 വരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഫിഗർ വെച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അഡ്രസ് ലൈൻസ്. ഈ ലൈൻസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു 8086. 8086ലും A0 മുതൽ A11 വരെ ഉണ്ടാവും. അവിടേക്ക് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡർ ഈസ് യൂസ് ടു ഡീകോഡ് ദ 4 ലൈൻസ്. A15 മുതൽ A12 വരെയുള്ള 4 ലൈൻസ് കണക്ട് ചെയ്യുന്നത് ഒരു ഡീകോഡറിലേക്കായിരിക്കും. അല്ല, ഡീകോഡർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡീകോഡ് ചെയ്യുന്നുണ്ടാവുക. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡീകോഡർ അത് നമ്മൾ 0 എന്നാണ് എടുക്കുന്നത്. അതായത് ഔട്ട്പുട്ട് 0 ഫസ്റ്റ് പിന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ചിപ്സ് എനേബിൾഡ് അല്ലെങ്കിൽ ചിപ്പ് സെലക്ട് പിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ CS എന്നോ അല്ലെങ്കിൽ CE എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ 320 ഡീകോഡർ. 12, 13, 14 ഒക്കെ കണക്ട് ചെയ്തു. 15 ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് 0 എന്നാണ് എടുത്തേക്കുന്നത്. 0 ഇസ് കണക്റ്റഡ് ടു ചിപ്പ് എനേബിൾ ഓർ ചിപ്പ് സെലക്ടർ സ്വിച്ച്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. അതായത് 1 കൺട്രോൾ സിഗ്നൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടാവുള്ളൂ. അതായത് മെമ്മറി റീഡ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ MEMR എന്ന് പറഞ്ഞാൽ മെമ്മറി റീഡ് എന്നാണ് അർത്ഥം. അതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. അപ്പോൾ MEMR എന്ന് പറഞ്ഞ സിഗ്നൽ ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RDയും അതേപോലെ തന്നെ നമ്മുടെ IO ബാർ M ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടാവുക. ആൻഡ് ദിസ് MEMR ഈസ് കണക്റ്റഡ് ടു ദ OE. അതായത് OE എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ആ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഔട്ട്പുട്ട് എനേബിൾഡ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ OE എന്ന് പറയാൻ കാരണം. അതായത് എനേബിൾഡ് ദ ഔട്ട്പുട്ട് ബഫേഴ്സ്, ആ ഒരു പർപ്പസിനാണ് അത് ശരിക്കും യൂസ്. കാരണം ഈ ഒരു വാല്യൂ കൊടുത്ത് ഈ ഒരു കൺട്രോൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ബഫേഴ്സ് ശരിക്കും വർക്ക് ചെയ്യേണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളതിനെ OE ഔട്ട്പുട്ട് എനേബിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു മെമ്മറി റീഡ് എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ നമ്മൾ കൺട്രോൾ സിഗ്നൽ കണക്ട് ചെയ്തിരിക്കുന്നത് OE എന്ന് പറയുന്ന സെക്ഷൻ ഓഫ് ദ നമ്മുടെ ഇപ്രോമിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്രോമിൻ്റെ OE ഔട്ട്പുട്ട് എനേബിളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് MEMR ആയിരിക്കും. ആൻഡ് ദിസ് ഡെവലപ്ഡ് ബൈ യൂസിങ് IO ബാർ M ബാർ ആൻഡ് ദ റീഡ് സിഗ്നൽ. MEMRന് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇവിടെ ഈ കേസിൽ റൈറ്റ് വരുന്നില്ല. കാരണം ഓൾറെഡി പ്രോഗ്രാം ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, ഈ പ്രോമിൻ്റെ ഉള്ളിൽ ഓൾറെഡി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ റൈറ്റിംഗ് കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 2 കൺട്രോൾ സിഗ്നൽസിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ICയിൽ വരുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ 328 ഡീകോഡർ 3 സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ഫിഗർ വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് IO ഇൻ്റർഫേസിങ്. IO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ്റർഫേസിലാണ് 8085 അതായത് മൈക്രോപ്രൊസസ്സറിനായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യേണ്ടാവും. ഓക്കെ, ദർ ആർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, പ്രിൻ്റർ. ഇതിനൊക്കെയാണ് നമ്മൾ IO ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഇൻ്റർഫേസ് ദ കീബോർഡ് ആൻഡ് അതർ ഡിവൈസ് വിത്ത് ദ പ്രൊസസ്സർ ബൈ യൂസിങ് ലാച്ചസ് ആൻഡ് ബഫേഴ്സ്. അപ്പോൾ എന്നാൽ മാത്രം ഇപ്പോൾ നമ്മളൊരു കീ പ്രസ് ചെയ്തു, A എന്ന് പറഞ്ഞൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ A വരണമെന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാവണം അങ്ങനെ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻ്റർഫേസിങ് മസ്റ്റ് എന്ന് പറയുന്നത്. സോ വി നീഡ് ടു ഇൻ്റർഫേസ് ദ കീബോർഡ് ആൻഡ് അതർ ഡിവൈസസ് ടു ദ മൈക്രോപ്രൊസസ്സർ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ലാച്ചസ് ആൻഡ് ബഫേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർഫേസിങ് ഈസ് നോൺ ആസ് IO ഇൻ്റർഫേസിങ്. അപ്പോൾ IOസിനെ കണക്ട് ചെയ്യുന്ന ഇൻ്റർഫേസിന് നമ്മൾ IO ഇൻ്റർഫേസ് എന്ന് പറയേണ്ടത്. ഓക്കെ, IO സ്ട്രക്ചർ ഓഫ് ദ മൈക്രോകമ്പ്യൂട്ടർ. The characteristics of the IO devices are normally different from the characteristics of the microcomputer. To make the characteristics of IO devices compatible with the microcomputer, interface hardware circuitry between the microcomputer and the IO devices is necessary. അപ്പോൾ ഹാർഡ്വെയർ സർക്യൂട്ട് നമുക്ക് എന്തായാലും ഇൻ്റർഫേസ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ മാനുവലി കണക്ഷൻ ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞേക്കണേ ഇൻ്റർഫേസ് ഹാർഡ്വെയർ സർക്യൂട്ടറി ബിറ്റ്വീൻ ദ മൈക്രോകമ്പ്യൂട്ടർ ആൻഡ് ദ IO devices is necessary. There are mainly 3 types of data transfer between the microcomputer and the IO devices. അപ്പോൾ മെയിൻലി 3 തരത്തിലുള്ള ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ആണ് മെയിൻ നടക്കുന്നത് IO devices ആയിട്ട്. ഫസ്റ്റ് വൺ അതാണ് പ്രോഗ്രാമബിൾ ടൈപ്പാണ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ടൈപ്പാണ്. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് മെമ്മറി SS, അത് DMA എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് പ്രോഗ്രാമഡ് IO ഡിവൈസസ് നമ്മൾ നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാംഡ് IOയിൽ വരുന്ന സെക്ഷനിൽ ഇതാണ് ഡാറ്റ ട്രാൻസ്ഫർ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ആൻ IO പോർട്ട് ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് പ്രോഗ്രാംഡ് IO ഡിവൈസ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ, ആ ഡാറ്റ ട്രാൻസ്ഫർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു IO പോർട്ട് വഴിയായിരിക്കും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾ ബൈ എ സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ പ്രോഗ്രാംഡ് IO എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ഡിവൈസസ് വിൽ ബി ഇൻട്രപ്റ്റഡ് ദ പ്രൊസസ്സർ. അതായത് IO ഡിവൈസസിൻ്റെ ആവശ്യം വന്നാൽ അത് പ്രൊസസ്സറിന് ഇൻട്രപ്റ്റ് ചെയ്യും ആൻഡ് ഇനിഷ്യേറ്റ് ദ ഡാറ്റ ട്രാൻസ്ഫർ. അതിനുശേഷമാണ് ആ ഡാറ്റ ട്രാൻസ്ഫർ നടക്കേണ്ടത്. അപ്പോൾ വല്ല ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് കൊടുക്കും പ്രൊസസ്സറിലേക്ക് അങ്ങോട്ട്, അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. മറ്റേതാണെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ടും കൺട്രോൾ ചെയ്യേണ്ടാവും. ഓക്കെ, ത്രൂ ദ പോർട്സ് വഴി കൺട്രോൾ ചെയ്യേണ്ടാവും. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്, അതായത് DMSS എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് data transfer between the memory and IO devices can be performed by passing the microprocessor. അതായത് മൈക്രോപ്രൊസസ്സറിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡാറ്റ കോപ്പി ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് നേരിട്ട് ആ ഡാറ്റ പെൻ ഡ്രൈവിലേക്ക് പോയാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാണ്ട് പ്രൊസസ്സർ വഴി റൂട്ട് ചെയ്ത് പോകണമെന്നില്ല. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് പറയേണ്ടത്. ശരിക്കും പ്രൊസസ്സർ കോപ്പിങ് പർപ്പസൊക്കെ ആണെങ്കിൽ, ഡാറ്റ ട്രാൻസ്ഫർ പർപ്പസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ല മാനിപ്പുലേഷൻസോ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവണമെന്നില്ല. മാനിപ്പുലേഷൻസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലാണ് പ്രൊസസ്സർ വഴി പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കോപ്പിയും പർപ്പസിനൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാൻ പറ്റും വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ പ്രൊസസ്സർ ഓർ ബൈപ്പാസിങ് ദ പ്രോസസ്സർ. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റും കാര്യങ്ങളും നല്ലതായിരിക്കും. അതായത് കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞേക്കണേ ബൈപ്പാസിങ് ദ മൈക്രോ പ്രോസസ്സർ എന്ന് പറയാൻ കാരണം. സോ മെമ്മറി IO ഡിവൈസസും നേരിട്ടിട്ട്, അതായത് രണ്ടും തമ്മിൽ നേരിട്ട് കണക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്ന ഇതന്നെയാണ് നമ്മൾ DMA എന്ന് പറയേണ്ടാവുക. ഹിയർ ദ മൈക്രോ പ്രൊസസ്സർ ഈസ് ബൈപ്പാസ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ 3 തരത്തിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നമ്മൾ മെയിൻലി പറഞ്ഞേക്കുന്നത് ഇവിടെ. അതായത് ഒന്ന് പ്രോഗ്രാംഡ് IO, ഒന്ന് ഇൻട്രപ്റ്റഡ് ഡ്രൈവ് ഡ്രിവൺ ആൻഡ് DMA ടൈപ്പ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ടൈപ്പ് ആയിരിക്കും, ഇൻട്രപ്റ്റ് കൊടുത്തിട്ട് അത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് DMA. ഓക്കെ, so interfacing IO devices and peripheral ICs. So IO devices are generally very slow one, so they are connected to system buses through some port. അപ്പോൾ കുറച്ച് പോർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മെയിൻലി കണക്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് നേരിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. 8085 അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറിലേക്ക് നേരിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. These ports act as buffer ICs which is used to hold the data to transmit from the microprocessor to the IO devices or from IO devices to the processor. അപ്പോൾ ഈ ബഫർ ICs ആയിട്ട് ഇത് വർക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ പോർട്ടുകൾ. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ ഡാറ്റ പുറത്തേക്ക് അയക്കുകയാണെങ്കിൽ അത് തന്നെ ഈ ബഫർ ICയിൽ ലോഡ് ചെയ്ത് വയ്ക്കും. പിന്നെ അവിടെ നിന്ന് വരെ ഡാറ്റ വരുമ്പോൾ അതും ഇവിടെ ലോഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബഫർ ICs പോലെയാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടുകൾ നമ്മൾ മെയിൻലി ഉപയോഗിക്കേണ്ടത്. കാരണം ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IO devices മെയിൻലി സ്ലോ ഡിവൈസസ് ആണ് കമ്പയർഡ് ടു മൈക്രോ പ്രൊസസ്സേഴ്സ്. ഓക്കെ, സോ വേരിയസ് ആയിട്ടുള്ള ഇന്റൽ കമ്പനികളുടെ IO പോർട്ട്സ് അവൈലബിൾ ആണ്. 8212, 8155, 8156, അതേപോലെ തന്നെ 8255, 8355. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 8255ൻ്റെ സ്ട്രക്ചേഴ്സ്, മോഡൽസ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡുകൾ, IO ഇൻ്റർഫേസിങ്, ഹാൻഡ് ഷേക്ക് മോഡ്, അങ്ങനെ കുറേ മോഡുകളെ കുറിച്ച് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. BSR മോഡ്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണുക തന്നെ. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് 8255. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഇന്റൽ പോർട്ടുകളാണ്. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് ടു എ പ്രൊസസ്സർ, അതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം എ പ്രൊസസ്സർ ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് ടു എ പ്രൊസസ്സർ. അതൊരു കീബോർഡിൽ നിന്ന് മൗസിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻപുട്ട് ഡിവൈസ് എങ്ങനെയാണ് പ്രൊസസ്സറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. ദ ഇൻപുട്ട് ഡിവൈസ് വിൽ ലോഡ് ദ ഡാറ്റ ടു ദ പോർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പോർട്ടിലേക്കാണ് ഇൻപുട്ട് ഡിവൈസ് ഡാറ്റനെ സെൻഡ് ചെയ്യേണ്ടത്. വെൻ ദ പോർട്ട് റിസീവ്സ് എ ഡാറ്റ ഇറ്റ് സെൻഡ് എ മെസ്സേജ് ടു ദ പ്രൊസസ്സർ ടു റീഡ് ദ ഡാറ്റ. അപ്പോൾ ഒരു ഡാറ്റ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പോർട്ട് പ്രൊസസ്സറിലേക്ക് ഒരു കമാൻഡ് കൊടുക്കും. അതായത് ഇവിടെ ഡാറ്റ വന്നിട്ടുണ്ട്, ഡാറ്റ റീഡ് ചെയ്തോളാം പറഞ്ഞിട്ട്. സോ അപ്പോൾ പ്രൊസസ്സർ എന്ത് ചെയ്യും? മൂന്നാം സ്റ്റെപ്പ് നോക്കാം. ദ പ്രൊസസ്സർ വിൽ റീഡ് ദാറ്റ് ഡാറ്റ ഫ്രം ദ പോർട്ട്. അപ്പോഴാണ് പ്രൊസസ്സർ എന്ത് ചെയ്യുക? ആ ഡാറ്റനെ റീഡ് ചെയ്യേണ്ടാവുക. ആഫ്റ്റർ എ ഡാറ്റ ഹാസ് ബീൻ റീഡഡ് ബൈ ദ പ്രൊസസ്സർ ദ ഇൻപുട്ട് ഡിവൈസ് വിൽ ലോഡ് ദ നെക്സ്റ്റ് ഡാറ്റ ടു ദ പോർട്ട്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും? ഒരു ഡാറ്റ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോർട്ട് ഫ്രീ ആയി. അപ്പോൾ പോർട്ടിലേക്ക് അടുത്ത ഡാറ്റനെ ഇൻപുട്ട് ഡിവൈസ് സെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഒരു പുതിയ ഡാറ്റ വന്നു എന്ത് ചെയ്യും? പോർട്ട് വിൽ ഇൻഫോം ദ പ്രൊസസ്സർ ടു ടേക്ക് ദിസ് ഡാറ്റ. അതെങ്ങനെ വീണ്ടും ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഡാറ്റ ലോഡ് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, വീണ്ടും അടുത്ത ഡാറ്റ കോപ്പി ചെയ്യുന്നു, അത് ലോഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം ഇൻപുട്ട് ഡിവൈസ് ടു എ പ്രൊസസ്സർ നടക്കേണ്ടത്. അതേപോലെ നേരെ ഓപ്പോസിറ്റ്, പ്രൊസസ്സറിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അപ്പോൾ എന്ത് ചെയ്യും? പ്രൊസസ്സർ വിൽ ലോഡ് ദ ഡാറ്റ ടു ദ പോർട്ട് ഫസ്റ്റ്. അപ്പോൾ പ്രൊസസ്സർ ആദ്യം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ, പ്രൊസസ്സറിന് പുറത്തേക്ക് അയക്കേണ്ട ഡാറ്റ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഔട്ട്പുട്ട് ഡിവൈസിൽ സെൻഡ് ചെയ്യാനായിട്ട് മുമ്പ് പോർട്ടിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. പ്രൊസസ്സർ വിൽ ലോഡ് ദ ഡാറ്റ ടു ദ പോർട്ട്
സോ പോർട്ട് വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ് ടു റീഡ് ദിസ് ഡാറ്റ. അപ്പോൾ പോർട്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ സെൻഡ് ചെയ്യും, സിഗ്നൽ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ കൊടുക്കും, അവിടെ ഡാറ്റ വന്നിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. ഓക്കെ, ദ ഔട്ട്പുട്ട് ഡിവൈസ് വിൽ റീഡ് ദാറ്റ് ഡാറ്റ ഫ്രം ദ പോർട്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, പോർട്ടിലത്തെ ആ ഡാറ്റ ഈ ഔട്ട്പുട്ട് ഡിവൈസ് റീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ റീഡ് കഴിഞ്ഞാൽ പോർട്ട് വീണ്ടും എംപ്റ്റി. അങ്ങനെ എംപ്റ്റി ആയി കഴിഞ്ഞാൽ ചെയ്യും, വീണ്ടും പ്രൊസസ്സർ ചെയ്യും ഒരു ഡാറ്റനെ കൊണ്ടുവയ്ക്കും. സോ ആഫ്റ്റർ ദ ഡാറ്റ ഹാസ് ബീൻ റീഡഡ് ബൈ ദ ഔട്ട്പുട്ട് ഡിവൈസ്, ദ പ്രൊസസ്സർ ക്യാൻ ലോഡ് ദ നെക്സ്റ്റ് ഡാറ്റ ടു ദ പോർട്ട്. അപ്പോൾ അടുത്ത ഡാറ്റ പോർട്ടിൽ വന്നിരിക്കും. അപ്പോൾ പോർട്ട് അടുത്ത സിഗ്നൽ സെൻഡ് ചെയ്യും ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, ഇവിടെ ഡാറ്റ വന്നിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആ ഡാറ്റ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എംപ്റ്റി ആയി കഴിഞ്ഞാൽ വീണ്ടും പ്രൊസസ്സർ അടുത്ത ഡാറ്റ ലോഡ് ചെയ്യും. സോ ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ സൈക്കിൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കേണ്ട ഒരു മൈക്രോ പ്രൊസസ്സർ. അതായത് ഇൻപുട്ട് ഡിവൈസ് ടു എ പ്രൊസസ്സർ, അതേപോലെ തന്നെ പ്രൊസസ്സറിൽ നിന്ന് പുറത്തേക്കും, അതായത് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കും. ഓക്കെ, അപ്പോൾ പോർട്ടാണ് ഇൻബിൽറ്റായിട്ട് ഡാറ്റനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റലിൻ്റെ ഡിഫറെൻറ്റ് പോർട്ടുകളുടെ പേര് നമ്മൾ കൊടുത്തേക്കാണ്. ഇപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് 8255 ചിലപ്പോൾ ഓൾറെഡി അറിയുണ്ടാവും. അതായത് 3 നമ്പർ ഓഫ് 8 ബിറ്റ് പാരലൽ പോർട്ട്സ് നമുക്ക് IO പോർട്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അവൈലബിൾ ആണ് അതിനകത്ത്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി എന്നാണ് അതിൻ്റെ പേരുകൾ. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല നിങ്ങൾ ആ വീഡിയോസ് ആദ്യം കാണുക. ദെൻ അതേപോലെ തന്നെ വേറെ കുറച്ച് IC-കളുണ്ട്, ഇൻ്റൽ A212. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾ. 24 പിൻ IC ആണിത്. പിന്നെ 8 ഇൻപുട്ടുകൾ ഇതിനകത്തുണ്ട്. അതേപോലെ 8 ഔട്ട്പുട്ട് ലൈൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻ്റൽ 8155 അതിനകത്ത് 256x8 സ്റ്റാറ്റിക് റാംസ് അവൈലബിൾ ആണ്. 2 നമ്പർ ഓഫ് 8 ബിറ്റ് പാരലൽ IO ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കേസിൽ 3 എന്ന് പറഞ്ഞിരുന്നു 8255 കേസിൽ. അപ്പോൾ അവിടെ അതേപോലെ 2 എണ്ണമാണുള്ളത്, എയും ബിയും പോർട്സാണ് നമുക്ക് അവിടെ അവൈലബിലിറ്റി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ദെൻ 14 വിത്ത് ടൈമർ മോഡ്, അതായത് 4 മോഡ് ഓഫ് ടൈമറൊക്കെ അവൈലബിൾ ആണ് അതിനകത്ത്. അതേപോലെ തന്നെയാണ് 8156 പറഞ്ഞൊരു മോഡൽ, അതായത് ഇത് 55, ഇത് 56. അപ്പോൾ ഇത് ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ബട്ട് ഹാവ് എ ലോജിക് ഹൈ ചിപ്പ് സെലക്ട്. അതായത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ചിപ്പ് സെലക്ടറും കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 8255 ഓൾറെഡി നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുകളെ കുറിച്ച്, അതായത് BSR മോഡ്, അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലത്തെ മോഡ് 0, മോഡ് 1, മോഡ് 2, വിത്ത് ഹാൻഡ് ഷേക്ക്, വിത്തൗട്ട് ഹാൻഡ് ഷേക്കിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ കൺട്രോൾ വേർഡ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റൽ 8355 എന്ന് പറഞ്ഞ IC. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ്റൽ 8755 എന്ന് പറഞ്ഞ IC. ഓക്കെ, 8085 ഇൻ്റർഫേസിംഗ് പിൻസ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 8085ൻ്റെ ഇൻ്റർഫേസിങ്ങിന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന പിൻസ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവിടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇപ്പോൾ മോഡ്യൂൾ 1 ഡീറ്റെയിൽ ആയിട്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പിൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇൻ്റർഫേസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്രസ് പിൻ എന്തായാലും വേണ്ടി വരും. അപ്പോൾ 16 ബിറ്റുകൾ നമുക്ക് ഉണ്ട് അഡ്രസ്സൊക്കെ. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ അറിയാം, AD0 മുതൽ AD7 വരെയുള്ള ആ ഒരു ലോവർ അഡ്രസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാറ്റാബേസ് നമ്മൾ തന്നെ പറയാറ്, അതുകൊണ്ടാണ് D ഇവിടെ വരാൻ കാരണം. സോ AD0 മുതൽ AD7 വരെയുള്ള പിൻസ്. അതേപോലെ ഹയർ ഓർഡർ അഡ്രസ് ട്രാൻസ്ഫർ ഉണ്ട്, A to A50 വരെയുള്ള പിൻസ്. ദെൻ ALE അഡ്രസ് ലാച്ച് എനേബിൾ, റീഡ് റൈറ്റ് റെഡി. ഇത്രയും പിന്നുകളാണ് നമ്മൾ 8085ൻ്റെ നമ്മൾ ഉപയോഗിക്കേണ്ടാവുക ഇൻ്റർഫേസിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മെമ്മറീനെ എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്രസ്സ് ഡീകോഡ് ചെയ്യുന്നത് നമ്മൾ NAND ഗേറ്റ് 3 ഡീകോഡറൊക്കെ ഉപയോഗിച്ചിട്ട്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പോർട്ടുകൾ ഇൻ്റലിൻ്റെ, അത് പോർട്ടിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡാറ്റ ഹോൾഡ് ചെയ്യേണ്ടത് പോർട്ടിലെ, ഹൗ പ്രൊസസ്സർ ഈസ് ട്രാൻസ്ഫറിങ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസസ് ടു ദ പ്രൊസസ്സർ, ആൻഡ് അതേപോലെ തന്നെ പ്രൊസസ്സറിൽ നിന്നും പുറത്തേക്ക് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് എങ്ങനെയാണ് ഡാറ്റ പോകുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.